സൗദി പ്രോ ലീഗ് മത്സരത്തിനിടെ കാണികൾക്ക് നേരെ അശ്ലീല ആംഗ്യം കാണിച്ച അൽ നാസർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയോട് വിശദീകരണം തേടി അച്ചടക്ക സമിതി. വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ വാസുദേവ്, ഗുഡ് മോർണിംഗ്. അനിൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ആംഗ്യ വിക്ഷേപം അപകടകരമായോ? അങ്ങേറ്റം അപകടകരമായ ഒരു തരത്തിലായിരുന്നു അങ്ങനെ ഒരു അംഗവിക്ഷേപം ഈ റൊണാൾഡോ കാണിച്ചത്. അതായത് ഈ മത്സരം സൗദി പ്രോ ലീഗിലെ അൽ ഷബാബിനെതിരായ മത്സരത്തിനിടെയായിരുന്നു ഈ സംഭവം. മെസ്സി റൊണാൾഡോ വൈരം നമുക്കറിയാവുന്നതാണ്. മെസ്സി എവിടെ കളിക്കുന്നുണ്ടോ അപ്പോൾ റൊണാൾഡോയുടെ പേര് വിളിച്ച് അവരുടെ എതിർ ടീം പ്രകോപിപ്പിക്കാൻ നോക്കും. അങ്ങനെ തന്നെ റൊണാൾഡോ കളത്തിലിറങ്ങുന്നുണ്ടോ അപ്പോഴൊക്കെ തന്നെ മെസ്സിയുടെ പേര് പറഞ്ഞാണ് ചാൻഡിങ് ഒക്കെ തന്നെ ഉണ്ടാവുക. അങ്ങനെ മെസ്സിയുടെ പേര് പറഞ്ഞ് അൽ ഷബാബ് ആരാധകർ റൊണാൾഡോയ്ക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ചു. അതിനെ തുടർന്നാണ് ഈ റൊണാൾഡോ പെട്ടെന്ന് തന്നെ ഒരു അശ്ലീല ആംഗ്യം ഈ കാണികൾക്ക് നേരെ കാണിച്ചത്. ഇത് സൗദി പോലെ ഒരു രാജ്യത്ത്, വളരെയധികം നിയമങ്ങൾ കർശനമായ ഒരു രാജ്യത്ത്, അവരുടെ ഫുട്ബോൾ ലീഗിലൊക്കെ തന്നെ അവർ വലിയ അച്ചടക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ഏറ്റവും വലിയ സൂപ്പർ താരമായ സൗദി പ്രോ ലീഗിൻ്റെ തന്നെ ഐക്കണായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത്. അതോടുകൂടി തന്നെ സൗദി പ്രോ ലീഗിന് തന്നെ വലിയ ചീത്തപ്പേരുണ്ടായ ഒരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൊണാൾഡോയോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സാഫ്, അതായത് സൗദി ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫെഡറേഷനും അതുപോലെ തന്നെ അച്ചടക്ക സമിതിയും വിശദീകരണം തേടിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ കുറ്റം തെളിയുകയാണെങ്കിൽ റൊണാൾഡോയ്ക്ക് 3 മത്സരങ്ങളിൽ വരെ വിലക്ക് ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റമാണ് റൊണാൾഡോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് ആദ്യമായിട്ടല്ല റൊണാൾഡോ ഇത്തരം ഒരു നടപടിയിൽ ഏർപ്പെടുന്നത്. നേരത്തെ അൽ ഹിലാലിനെതിരായ മത്സരത്തിലും ഇത്തരത്തിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്തൊരു കാര്യം റൊണാൾഡോയുടെ ഭാഗത്തു നിന്നുണ്ടായി. അന്ന് തന്നെ ഒരു വാർണിംഗ് കൊടുത്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പല ഫുട്ബോൾ പണ്ഡിറ്റ്സും പറയുന്നത് ഒരു പക്ഷേ റൊണാൾഡോയ്ക്ക് ഇത്തവണ ഒരു വിലക്ക്, ഒരു ചുരുങ്ങിയത് ഒരു 2 മത്സരങ്ങളിലെങ്കിലും വിലക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. പക്ഷേ ഈ സൗദി പ്രോ ലീഗിൻ്റെ മുഖമായ ഈ റൊണാൾഡോ വന്നതിന് ശേഷമാണ് സൗദി പ്രോ ലീഗിലേക്ക് നെയ്മാർ അടക്കമുള്ള വമ്പൻ താരങ്ങളുടെയൊക്കെ തന്നെ ഒഴുക്കുണ്ടായത്. അങ്ങനെ ഒരു പൊന്നു കായ്ക്കുന്ന മരത്തെ ഇവർ വെട്ടാൻ തുനിയുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും റൊണാൾഡോക്കെതിരെ നടപടി വരുമോ, അതായത് അവരുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളോടൊക്കെ തന്നെ അതുമായി ശക്തമായി മുന്നോട്ട് പോകുമോ, അതോ റൊണാൾഡോയ്ക്ക് വേണ്ടി ഈ നിയമത്തിൽ എന്തെങ്കിലും ഇളവ് വരുത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.